പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതനായ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ മാത്യു മായാലിൽ, കർത്താവിന്റെ ദാസൻ ഷിബിൻ, മറ്റ് അനുഗ്രഹീതരായ എല്ലാ ദൈവദാസന്മാരെയും ഈ പ്രഭാതത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം പിന്നെയും ആയുസ്സോടെ നമ്മെ ഓരോരുത്തരെയും സൂക്ഷിച്ച ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തകൾക്കായിട്ടും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നതിന്റെ വചനം, എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശം. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്ന കർത്താവിന്റെ കരുണ അത് എത്ര വലുതാണ്. ദൈവത്തിന് സ്തോത്രം. അനേകർക്ക് ഈ പ്രകാശനം ലഭിക്കാതിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഈ ആത്മീക വെളിപ്പാടുകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുക എന്നത് വലിയ ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമുക്കതിന് അവസരം നൽകുന്നല്ലോ. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായമാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. വേഗത്തിൽ ചിന്തകൾ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 3-ാം അധ്യായത്തില് പൗലോസ് തന്നെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട്, ഒരു കണക്കനായിട്ട് അവതരിപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ കണക്ക് പുസ്തകം താന് ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് താൻ ശ്രമിക്കുകയാണ്. ഒരു എന്താ പറയാ, ഒരു ബഡ്ജറ്റിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇന്നലകളെയും തൻ്റെ ഇന്നുകളെയും തൻ്റെ നാളെയെയും ഒക്കെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു ദൈവമനുഷ്യനെ നമുക്ക് ആ അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇന്നലകളുടെ ജീവിതത്തിന്റെ കണക്ക് നോക്കി ഇന്നലകളിൽ ലാഭമെന്ന് തോന്നിയത് കർത്താവുമായി കണക്റ്റഡ് ആയപ്പോ അതെല്ലാം ഛേദമെന്ന് താന് എണ്ണി പുതിയ ഒരു ജീവിത ശൈലിയിലേക്ക്, പുതിയ ലാഭനഷ്ട കണക്കുകളിലേക്ക് പൗലോസ് കടക്കുകയാണ്. അവിടെ പുതിയ ഊർജം ഏറ്റെടുത്തുകൊണ്ട്, പുതിയ ദർശനം ഏറ്റെടുത്തുകൊണ്ട്, പുതിയ മൂല്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ദൈവത്തിന്റെ ദാസൻ മുൻപോട്ട് പോകുന്നത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളില് പൗലോസ് പറയുന്ന ഒരു കാര്യം, പൗലോസിന്റെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും കൂടെ ഒന്ന് തുലനം ചെയ്യുന്ന അനുഭവമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അവിടെയാണ് ഐ കൗണ്ട്, ഞാൻ എണ്ണുന്നു എന്ന് പൗലോസ് പറയുന്നത്. ഈ എണ്ണലിൽ താൻ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ താന് അഭിമുഖീകരിക്കുന്നത്, താൻ ഏറ്റെടുക്കുന്നത് പുതിയ മൂല്യങ്ങളാണ്. സ്തോത്രം. ഇന്നലകളിലെ തന്റെ മൂല്യ വ്യവസ്ഥിതികൾ കാലഹരണപ്പെട്ടതാണെന്നും ഇപ്പോൾ താൻ ഒരു പുതിയ മൂല്യ വ്യവസ്ഥിതിയിൽ മുൻപോട്ട് പോവുകയാണെന്നും അദ്ദേഹം അവിടെ വിശദീകരിക്കുകയാണ്. 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളില് ദൈവത്തിന്റെ ദാസൻ തന്റെ വർത്തമാനകാലത്തെ വിലയിരുത്തുകയാണ്. അവിടെ ഒരു അത്ലറ്റിനെ പോലെ അദ്ദേഹം പുതിയ ബലം ഏറ്റെടുത്തുകൊണ്ട്, പുതിയ ഊർജം ഏറ്റെടുത്തുകൊണ്ട് മുൻപിലേക്ക് ആയുന്ന ഒരു കാര്യം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളില് പൗലോസ് തന്റെ ഭാവിയെ കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. അവിടെ താൻ പറയുന്നു, താൻ ഒരു ഏലിയനാണ്, പരദേശിയാണ്. അതുകൊണ്ട് ഞാൻ നോക്കുകയാണ്. എന്തിലേക്കാണെന്നറിയാമോ? ഒരു പുതിയ ദർശനം തന്റെ ഉള്ളിൽ കത്തി നിൽക്കുന്നത് താൻ അവിടെ വിവരിക്കുന്നുണ്ട്. ഒരു പുതിയ ദർശനത്തിലേക്ക് തന്റെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അതിലേക്ക് നീങ്ങുന്ന, വേഗത്തിൽ നീങ്ങുന്ന ഒരു പരദേശിയെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. വളരെ ആഴമേറിയ ആത്മീക ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു വേദഭാഗമാണ് ഈ 3-ാം അധ്യായം. 2-ാം അധ്യായത്തിലേതുപോലെ തന്നെ ശക്തമായ ആത്മീക ദൂതുകൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. 2 തരത്തിലുള്ള ആളുകൾ അവിടെ കാണുന്നു. ചിലര് ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നവര്, മറ്റു ചിലര് ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന ആളുകള്. ഭൂമിയിലുള്ളത് ചിന്തിക്കുന്ന ആളുകളും ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന ആളുകളും 2 തരം മനസ്സുള്ളവരാണ് എന്ന് താൻ ഓർപ്പിക്കുകയാണ്. 3-ാം അധ്യായത്തിന്റെ
20-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഭൂമിയിൽ ഉയരത്തിൽ ഉള്ളത് ചിന്തിക്കുന്ന വിശ്വാസി അവൻ ആത്മീകമായ മനസ്സുള്ളവനാണ് എന്ന് ഓർപ്പിക്കുകയാണ്. ഞാന് അതിന്റെ മുഖവുര അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ വേഗത്തിൽ ആ വാക്യങ്ങളിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗം എന്ന് വെച്ചാൽ അതിന്റെ 16 വരെയുള്ള വാക്യങ്ങളില് പൗലോസ് ഒരു സ്വയം വിലയിരുത്തൽ നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. താന് ചില കൂട്ടത്തിലുള്ള ആളുകളെ സൂക്ഷിക്കാനായിട്ട് അവിടെ ആവശ്യപ്പെടുന്നുണ്ട്. അതിനു മുമ്പ് താന് കർത്താവിൽ സന്തോഷിക്കണമെന്ന കാര്യം വീണ്ടും ഈ ജനത്തെ, ഫിലിപ്പിയിലുള്ള ആളുകളെ ഓർപ്പിച്ചുണർത്തുകയാണ് 1-ാമത്തെ വാക്യത്തിൽ. അപ്പം കർത്താവിൽ സന്തോഷിക്കാൻ ഓർപ്പിച്ചിട്ട് അദ്ദേഹം സൂക്ഷിക്കേണ്ട ഒരു കാര്യം കൂടെ പറയുന്നു. അദ്ദേഹം പറയുകയാണ് 3 കൂട്ടം ആളുകളെ സൂക്ഷിക്കണം എന്ന് അവിടെ ആവശ്യപ്പെടുന്നു. 1-ാമത്തേത് നായ്ക്കളെ സൂക്ഷിക്കണം, 2 ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണം, വിച്ഛേദനക്കാരെ സൂക്ഷിക്കണം. 3 കൂട്ടം ആളുകളെ ഒരു ആത്മികൻ സൂക്ഷിക്കേണ്ടതുണ്ട്. സ്തോത്രം. ആരാണ് നായ്ക്കൾ? ആരാണ് ആകാത്ത വേലക്കാര്? ആരാണ് വിച്ഛേദനക്കാര്? വിശദീകരണം ആവശ്യമുള്ള കാര്യങ്ങളാണ്, എങ്കിലും അധിക വിശദീകരണത്തിന് ഞാൻ പോകുന്നില്ല. കർത്താവ് തന്നെ നായ്ക്കൾ എന്നതിനെ വിശദീകരിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഛർദിച്ചതിലേക്ക് തിരിയുന്ന, വിട്ടുകളഞ്ഞതിലേക്ക് തിരികെ പോകുന്ന, ഒരു കാലത്ത് വേണ്ടെന്ന് വെച്ചതിനെ തിരികെ പിടിക്കുന്ന, ഒരു കാലത്ത് ഉപേക്ഷിച്ചതിനെ വീണ്ടും സ്വീകരിക്കുന്ന സ്വഭാവമുള്ള ആളുകൾ, അവരാണ് നായ്ക്കൾ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ അങ്ങനെയുള്ള ആളുകൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല എന്ന് അവിടെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളൊരിക്കൽ വേണ്ടെന്ന് വെച്ചത്, നമ്മളൊരിക്കൽ ഉപേക്ഷിച്ചത് തിരികെ എടുക്കുന്ന സ്വഭാവം, അത് എന്തുമാകട്ടെ, അത് നായ്ക്കളുടെ സ്വഭാവത്തിന് തുല്യമാണ്. അങ്ങനെ ഒരു സ്വഭാവം ദൈവമക്കൾക്കുണ്ടാകാൻ പാടില്ല എന്ന് വചനം ശക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. അത് നമ്മെ നിത്യതയിൽ നിന്നും അകറ്റിക്കളയുന്ന വസ്തുതയാണ്. വെളിപ്പാട് 10, 20 അവസാനത്തെ അധ്യായങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ വളരെ ശക്തമായിട്ട് ഈ ദൂത് കാണാനായിട്ട് സാധിക്കും. സ്തോത്രം. അതുകൊണ്ട് വിട്ടുകളഞ്ഞത് അതിനെ ഓർത്താൽ തിരികെ പോകാൻ സാധ്യതയുണ്ടെന്ന് എബ്രായ ലേഖന കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്. വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ഈ ഇസ്രായേൽ മക്കള്, സ്തോത്രം, എന്റെ ചർച്ചിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. പുള്ളി എന്ത് പറഞ്ഞാലും പുള്ളി വിട്ടുപോകുന്ന പള്ളിയിലെ കാര്യവുമായിട്ട് കണക്ട് ചെയ്തേ പറയുള്ളൂ. അവസാനം പുള്ളി പള്ളിയിലേക്ക് തിരികെ പോയി. എന്ത് പറഞ്ഞാലും പുള്ളി പള്ളിയിലെ കാര്യം പറയും. ചർച്ചിലൊരു കാർപ്പറ്റ് ഇട്ടപ്പോ ഒരു ദിവസം പറഞ്ഞു, അയ്യോ പള്ളി പോലും ഇങ്ങനത്തെ കാർപ്പറ്റ് ഇടില്ല, കറുത്ത കളറിലുള്ള കാർപ്പറ്റാ കിട്ടിയത്, അതുകൊണ്ട് അതങ്ങ് ഇട്ടു, ചവിട്ടി ഇരുന്നാൽ മതി, ആളുകൾക്ക് കാലിൽ തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി ഇട്ടതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു പള്ളിയിൽ ഇങ്ങനത്തെ ഇടത്തില്ല. അപ്പൊ ഞാന് മനസ്സിലാക്കി, ഇസ്രായേൽ മക്കൾക്ക് ഇതേ സ്വഭാവം ഉണ്ടായിരുന്നു. മിസ്രൈമിൽ നിന്ന് പോരുമ്പോഴും മിസ്രൈം ശരീരം കൊണ്ട് മിസ്രൈമിൽ അല്ലെങ്കിലും മനസ്സുകൊണ്ട് അവർ മിസ്രൈം വിട്ടില്ലായിരുന്നു. ഇന്നും ഇങ്ങനെയുള്ള വിശ്വാസികളുണ്ട്. സ്തോത്രം. പെന്തിക്കോസുകാരനാണെന്ന് പറയും, പെന്തിക്കോസ് അകത്തില്ലാത്ത ആളുകൾ ധാരാളം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും അവർ പഴയത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ മാമൂലുകള്, പഴയ കാര്യങ്ങള്, പഴയ ചിന്തകള്, ഇതെല്ലാം പഴയ പാരമ്പര്യങ്ങള്, ഇടയ്ക്കിടയ്ക്ക് അത് പുറത്തു വരും. സൂക്ഷിക്കണം, തിരികെ പോകാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ആളുകൾക്ക് വിശ്വാസത്തിൽ നിലനിൽപ്പില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാം, വിശ്വാസിയാണെന്ന് പറഞ്ഞ് പള്ളിയിലെ കഥയും പറഞ്ഞ് അവിടെ റാസയ്ക്ക് നാരങ്ങ വെള്ളം കൊടുക്കാൻ പോയ പുള്ളി ഇന്ന് ശരിക്കും അച്ഛന് കൊട പിടിക്കാൻ നിൽക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പറയുന്ന കാര്യങ്ങളൊക്കെ വേറെ പലതുമാണ്. പക്ഷെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അകത്തുനിന്ന് മിസ്രൈം പോകാഞ്ഞതാണ് പ്രശ്നം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഈ ഇസ്രായേൽ മക്കൾ അവിടുന്ന് പോരുമ്പോൾ നോക്കിയാൽ അവര് മിസ്രൈം വിട്ടു, ചോരത്തളി ആചരിച്ചു, ചെങ്കടൽ കടന്നു, പാട്ടൊക്കെ പാടി, കൈയൊക്കെ അടിച്ചു,
അയ്യോ, എന്തൊരു ഉണർവായിരുന്നു ചെങ്കടലിന്റെ കരയ്ക്ക്. എല്ലാരും കൂടെ കൂടി കൈയടിച്ച് ഡാൻസ് കളിച്ച്. എന്റെ കർത്താവേ, ഇതെല്ലാം കഴിഞ്ഞേച്ച് കുറച്ചു കാലം അങ്ങോട്ട് കഴിഞ്ഞ് വെള്ളം കിട്ടാതെ വന്നപ്പം പറഞ്ഞ് ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നായിരുന്നു, ഇതിനേക്കാൾ നല്ലത് മിസ്രൈം എനിക്കായിരുന്നു. കണ്ടോ, ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രതിസന്ധികൾ വന്നപ്പോ ആമേൻ മിസ്രൈമിനെ ഓർക്കുന്ന ആളുകൾ, അവിടുത്തെ സുഖ സൗകര്യങ്ങളെ ഓർക്കുന്ന ആളുകൾ. ആമേൻ കുറച്ചു കഴിഞ്ഞെന്നെ പറഞ്ഞ, അയ്യോ അവിടെ ഇറച്ചിക്കലങ്ങളുടെ അരിക്കലായിരുന്നു ഞങ്ങള്, അവിടെ ഉള്ളി ഉണ്ടായിരുന്നു, ആമേൻ ചീര ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണ്. മിസ്രൈമിലെ ഉള്ളിയുടെ കാര്യമാണ്. ഇവിടെ ബിരിയാണി ഉള്ളപ്പോ ആമേൻ മിസ്രൈമിലെ ഉള്ളി ചിന്തിക്കുന്ന ആളുകളെ കുറിച്ച് എന്തു പറയാനാ? ദൈവത്തിന് സ്തോത്രം. ആമേൻ അവര് തിരികെ പോകും. അങ്ങനെയുള്ള ആളുകൾ ആമേൻ വിട്ടുപോകുന്നതിനെ ഓർത്തുകൊണ്ടിരിക്കുന്നവൻ തിരികെ പോകാൻ സാധ്യതയുണ്ട്. അവന് ഓൾറെഡി പിന്മാറ്റത്തിലാണ്. സ്തോത്രം. അതുകൊണ്ട് വിശ്വാസത്തിൽ വന്നേച്ച് പഴയ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെ കുറിച്ച് പറയും. സ്തോത്രം. അവര് പിന്മാറ്റക്കാരനാണ്. ദൈവത്തിന് സ്തോത്രം. അവര് തിരികെ പോയിരിക്കുകയാണ്. മിസ്രൈമിലാണ് അവര്. സ്തോത്രം. ശരീരം അവിടെ അല്ലെന്നേ ഉള്ളൂ. സ്തോത്രം. അപ്പോ ആമേൻ അവരെയാണ് ഈ പൗലോസ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആ പദം ആവർത്തിക്കുന്നില്ല. സ്തോത്രം. അവരെ സൂക്ഷിക്കണം. അവര് മറ്റുള്ളവരെയും കൂടെ കുരുക്കാൻ സാധ്യതയുള്ള ആളുകളാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഇങ്ങനെയുള്ള ആളുകൾ എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആളുകളാണ്. ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും. ഒരു നല്ല കാര്യം വരുമ്പോൾ അവരെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. നമുക്ക് ഭയങ്കര ഭയത്തോടെ ഇങ്ങനെയുള്ള ആളുകളെ സമീപിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എപ്പോഴാ കുഴപ്പമുണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റുകയില്ല. സ്തോത്രം. അപ്പോ ഈ പ്രവചിക്കാനാവാത്ത സ്വഭാവമാണ് ഈ മുമ്പേ പറഞ്ഞ ജീവിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. സ്തോത്രം. ഏത് സമയത്തും നമ്മളിപ്പോ ഫുഡ് വളരെ സ്നേഹത്തോടെ ഒന്ന് തലോടി ഫുഡ് കൊണ്ട് കൊടുത്താലും ചിലപ്പോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, കൈക്കിട്ട് കയറി കടിക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അപ്പൊ ഇങ്ങനെ അപ്രതീക്ഷിതമായ പ്രതികരണങ്ങൾ നടത്തുന്ന ആളുകളും കൂടിയാണ് അവര്. സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കണം. അവര് സഭയ്ക്കകത്ത് വലിയ കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ള ആളുകളാണ്. ഞാൻ അത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. ആമേൻ അവര് ദൈവരാജ്യത്തിൽ എത്തുകയില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞതല്ല. ആമേൻ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനോട് കർത്താവ് പറഞ്ഞ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തത് ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണം. പണ്ടൊരു പാസ്റ്റർ പറഞ്ഞ ആകാത്ത വേലക്കാരെന്ന് പറഞ്ഞാൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്നവരാണെന്ന്. അവർ വേലക്കാരായിട്ടില്ല, ആകാൻ പഠിക്കുന്നതേ ഉള്ളൂ. പക്ഷെങ്കിൽ ഈ ആകാത്ത വേലക്കാര് പൗലോസ് ഉദ്ദേശിക്കുന്ന ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ആളുകൾ അല്ല. അവര് ഈ നമ്മൾ കൊരിന്ത്യ ലേഖനവും ഒക്കെ പഠിക്കുമ്പോ അവിടെ കർത്താവ് എന്റെ ദാസൻ പൗലോസ് പറയുന്നുണ്ട്, വേറെ സുവിശേഷം പറയുന്ന ആളുകൾ, വേറെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ആളുകൾ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും ഒക്കെ ആമേൻ കണ്ട ഒരു കൂട്ടം ആളുകളുണ്ട്. അവര് ആമേൻ മത്സര മനോഭാവത്തോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരാണ്. വേറൊരുത്തന് വേദന ഉണ്ടാക്കാനായി ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവര്. അതുമാത്രമല്ല ഐക്യതയ്ക്ക് മനസ്സില്ലാത്ത ആളുകൾ, താഴ്മയ്ക്കും വിനയത്തിനും മനസ്സില്ലാത്ത ആളുകൾ, ഇങ്ങനെയുള്ള വേലക്കാർ അവരാണ് എവിടെയും കൊണ്ടുപോയി ബ്രഹ്മ വെക്കുന്നവര്, എവിടെയും പാര വെക്കുന്ന ആളുകൾ. ഇവരെയൊക്കെയാണ് ഈ ആകാത്ത വേലക്കാരെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. എനിക്കിപ്പൊ അങ്ങനെ പറഞ്ഞു പോകാനേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഹമേൻ. അപ്പോ വാക്യങ്ങളുണ്ട് ഇതിനൊക്കെ, ഞാൻ വെറുതെ പറയുന്നതല്ല. സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകള് എപ്പോഴും ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അവര് വിപരീത ഉപദേശം പഠിപ്പിക്കുന്നവരാണ്. സ്തോത്രം. അവരാണ് ആകാത്ത വേലക്കാരെന്ന് പറയുന്നത്. വേറെ ക്രിസ്തുവിനെയാണ് അവർ പ്രസംഗിക്കുന്നത്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് അവരെ കുറിച്ച് പറഞ്ഞത് അവരുടെ ദൈവം വയറാണ്. സ്തോത്രം. അപ്പോ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നത്, ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ കഴിയാതെ ഭൗമികമായത് ചിന്തിച്ചുകൊണ്ട് ആത്മികമായത് നേടാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഈ ആകാത്ത വേലക്കാര്. അവര് വലിയ ആകാഴികകൾ ഉണ്ടാക്കുന്നവരായതുകൊണ്ടാണ് അവരെ ആകാത്ത വേലക്കാരെന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അടുത്തത് വിച്ഛേദനക്കാർ. അത് പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ പരീക്ഷന്മാരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം 1-ാം നൂറ്റാണ്ട് മുതലുള്ള സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. സ്തോത്രം. പുതിയ ആളുകൾ വരുമ്പോ ഞാൻ ഇന്നലെ ഒരു ദേവദാസന്റെ വീട്ടിൽ ഞങ്ങൾ കടന്നു ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. ഒരു കേരളത്തിലെ തന്നെ പ്രമുഖമായ പ്രമാദമായ ഒരു സ്ഥലത്തെ ഒരു സഭയിൽ ഒരു സാധുവർഗത്തിൽപ്പെട്ട ഒരു സഹോദരി കടന്നു വന്നു. അവർക്ക് പൈശാചിക ബാധയുണ്ടായിരുന്നു. ആരാധനയുടെ ഇടയിൽ ഇവരുടെ ഭൂതമിളകി. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട്
ഈ ഭൂതം അവരെ വിട്ടുപോയപ്പോ സഭയിലുള്ള ആളുകളെല്ലാം കൂടെ കമ്മിറ്റി കൂടിയിട്ട് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഈ മേലാൽ ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ചെയ്യല്ല, ഞങ്ങൾ ഇവിടെ വളരെ സ്വസ്ഥമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, ഇങ്ങനത്തെ ആളുകളെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവിടെ വേണ്ട. എന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, മേലാൽ ഈ ചർച്ചിൽ വന്നേക്കരുതെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് നമ്മളുടെ ഇടയിൽ, വിച്ഛേദനക്കാര്. അവരാണ് ഈ വിച്ഛേദനക്കാരെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്ത ആളുകളാണ് അവര്. സത്യത്തിൽ ഞാൻ സഭയുടെ പേരൊന്നും പറയുന്നില്ല, നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു ചർച്ചാണ്. ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞ അവരെ ഇൻസൾട്ട് ചെയ്യുവാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു ഭൂതം ബാധിച്ച ആളിനെ ഭൂതത്തെ പുറത്താക്കിയ പാസ്റ്ററെ ശാസിക്കുന്ന സഭ അവർ വിച്ഛേദനക്കാരെന്നല്ലാതെ എന്താ അവരെ പറയുക? ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. പാസ്റ്ററിന് താക്കീത് കൊടുത്തു, ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ആ സഭയിലെ വിശ്വാസികള് പാസ്റ്റർക്ക് താക്കീത് കൊടുക്കാനായിട്ട് ഇടയായി. അങ്ങനെയും നിൽക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട്. അവരെയും നമുക്ക് വേണമെങ്കിൽ ആകാത്ത വേലക്കാരെന്ന് വിളിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് ആഗ്രഹമുള്ളത് പറയാതെ ആളുകൾക്ക് ആഗ്രഹമുള്ളതും താല്പര്യമുള്ളതും മാത്രം ചെയ്യുന്ന വേലക്കാരും ഈ ആകാത്ത വേലക്കാരുടെ കൂട്ടത്തിൽപ്പെടുന്നവരാണ്. സ്തോത്രം. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതല്ല. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയില് നിൽക്കാനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുന്ന അനുഭവമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ആളുകളെ കുറിച്ച് പിന്നെയും പറയുന്നവര് അവര് ക്രൂശിന് ശത്രുക്കളാണ്. സ്തോത്രം. ദൈവത്തിന്റെ ക്രൂശിന് എപ്പോഴും കംഫർട്ടുകൾ ആഗ്രഹിക്കുന്ന, സ്വസ്ഥത ആഗ്രഹിക്കുന്ന, സുഖസൗകര്യങ്ങളും സുഖലോലുപതകളും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവര് ക്രൂശിന്റെ ശത്രുക്കളാണ്. മറ്റൊരു ഭാഗത്തൊരു കമന്ററിയിൽ ഞാൻ അവരെ കുറിച്ച് വായിച്ചു, ഉദരസേവകരെന്നാണ്. ദൈവത്തിന് സ്തോത്രം. വയറിനെ സേവിക്കുന്നവരാണ്, ദൈവത്തെ സേവിക്കുന്നവരല്ല. പിന്നെയും പൗലോസ് സൂക്ഷിക്കാൻ പറയുന്ന ആളുകള് ലജ്ജയായതിൽ അഭിമാനിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭാഗം പുറകാലെ വിശദീകരിച്ചുകൊള്ളാം. ഒന്നാം ഭാഗം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അവിടെ ഞാൻ എണ്ണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. അദ്ദേഹം പറയുമ്പോൾ താനൊരു യഹൂദൻ എന്ന നിലയിൽ കറ തീർന്നവനാണെന്നും സനദ്രീൻ സംഗമത്തിന്റെ അംഗമെന്ന നിലയില് പരീക്ഷൻ എന്ന നിലയില് തന്റെ റേഷ്യൽ പ്യൂരിറ്റി, തന്റെ മതപരമായ പ്യൂരിറ്റി, ഇതെല്ലാം കൃത്യതയോടെ ആ പദങ്ങളിലൂടെ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അദ്ദേഹം ആ ദമസ്കോസ് എക്സ്പീരിയൻസ്, തന്റെ ദമസ്കോസ് അനുഭവത്തെ ഒന്ന് ഓർത്തെടുത്തിട്ട് പറയുകയാണ്, ഇതെല്ലാം ഉള്ള അധികാരവും ആളും ആയുധവും ഒക്കെയായി ദൈവജനത്തെ മുടിക്കാനായി കടന്നു വന്ന ഞാന്, ദൈവത്തിന്റെ സ്തോത്രം, ദമസ്കോസിന്റെ ഗേറ്റിങ്കൽ കർത്താവുമായിട്ടൊരു കണ്ടുമുട്ടൽ ഉണ്ടായി എന്ന് പൗലോസ് കൂടെ ആവർത്തിച്ചു പറയുന്ന, എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന, നന്ദിയോടെ സ്മരിക്കുന്ന ഒരു സംഭവമാണ് തന്റെ മാനസാന്തര അനുഭവം. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ കർത്താവുമായുണ്ടായ തന്റെ കണ്ടുമുട്ടലിനെ ഓർത്തെടുത്തുകൊണ്ട് ഈ മനുഷ്യൻ പറയാണ്, ഒറ്റ എൻകൗണ്ടർ കർത്താവുമായിട്ടുണ്ടായ തന്റെ വ്യക്തിപരമായ ആ കണ്ടുമുട്ടൽ തന്നിൽ വരുത്തിയ മൂല്യ വ്യവസ്ഥിതിയുടെ വ്യത്യാസത്തെ കുറിച്ചാണ് പൗലോസ് അവിടെ ഓർപ്പിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, എന്റെ മൂല്യങ്ങൾക്ക് വ്യത്യാസം വന്നു ഒരൊറ്റ കാര്യം, യേശുവിനെ കണ്ടത് മുതൽ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിനെ കാണേണ്ടതുപോലെ കണ്ടാൽ നാം വിലപ്പെട്ടതെന്ന് കരുതുന്ന പലതും ഒരു വിലയില്ലാത്ത ചപ്പും ചവറുമാണെന്ന് എണ്ണുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. കർത്താവിന്റെ മൂല്യം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ലോകം മൂല്യമില്ലാത്തതായി, നമ്മൾ ലോകത്തിന്റെ പലരും പലതും വലുതായി കാണുന്ന പലതിനെയും ചവറെണ്ണാനായിട്ടുള്ള മൂല്യവ്യവസ്ഥിതിയുടെ വ്യത്യാസം ആ വ്യക്തിയിൽ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവിന്റെ ദാസൻ പൗലോസ് തന്റെ മുൻകാല ജീവിതത്തിൽ താൻ കൊള്ളാമെന്ന് തോന്നിയ, മൂല്യമുള്ളതാണെന്ന് തോന്നിയ പല കാര്യങ്ങളെയും ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, ക്രിസ്തു നിമിത്തം യേശുവുമായി ഞാൻ കമ്പയർ ചെയ്തത് നിമിത്തം തന്റെ ജീവിതത്തെ കർത്താവുമായി തുലനം ചെയ്തപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഓൾ ദോസ് തിങ്സ് were a profit for me. ഇന്നലകളിൽ എനിക്ക് ലാഭമായിരുന്നതൊക്കെ
യേശുവിനെ കണ്ടുമുട്ടിയപ്പോ എനിക്ക് മനസ്സിലായി അതൊന്നും ലാഭമല്ല, അതിനേക്കാൾ ലാഭമായത് യേശുവാണെന്നുള്ള ബോധ്യം തന്നെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ ചിന്തിപ്പിച്ചത് അതല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാം അങ്ങനെ ക്രിസ്തുവാണ് വലുതെന്ന് കണ്ടിട്ട് ഇന്നലകളിൽ വലുതായി തോന്നിയ പലതിനെ ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ്. അതൊരു ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ആത്മിക ജീവിതത്തിൽ നമ്മളുണ്ടായിരുന്ന പാരമ്പര്യങ്ങളെ, നമ്മുടെ പഴയകാല അനുഭവങ്ങളെ എല്ലാം വിട്ടിട്ട് യേശുവിനെ അനുഗമിക്കാൻ ഇറങ്ങിത്തിരിച്ച് നമ്മുടെ ജീവിതം ഭാഗ്യമുള്ള ജീവിതമാണ്. എന്നാൽ പൗലോസ് ഈ അധ്യായത്തില് അവിടെ പറയുന്നുണ്ട്, താൻ ആഗ്രഹിക്കുന്ന തന്റെ ആഗ്രഹങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് പറയുകയാണ്. 9 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ അതിന്റെ 12 വരെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, ഞാൻ ഇപ്പോഴും ചവറ് എന്ന് എണ്ണുന്നു എന്ന് ഒരു പദം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. അവിടെ ഞാൻ ഇപ്പോൾ എന്നൊരു പദം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 8ന്റെ ലാസ്റ്റില് ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ശ്രദ്ധിക്കണേ, എന്താണ്? ഞാൻ പലപ്പോഴും നമ്മൾ വായിച്ചു വിടുന്ന ഒരു പദമാണത്. ഞാൻ ഇപ്പോഴും എല്ലാം ചവറന്നെണ്ണുന്നു. എന്താ ഇപ്പോഴും ചവറന്നെണ്ണുന്നു എന്ന് പറഞ്ഞാൽ, നേരത്തെ കുറെ കാര്യങ്ങൾ ഉള്ളി ചവറന്നെണ്ണിയതാണ്. സ്തോത്രം. അത് തന്റെ മുൻകാല പാരമ്പര്യങ്ങളെ താന് ചവറന്നെണ്ണി കർത്താവുമായിട്ട് തുലനം ചെയ്തപ്പോൾ ഇനിയിപ്പോ ഏതാണ്ട് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്, ജയിലിൽ കിടക്കുകയാണ്. സുവിശേഷ വേല ചെയ്തു തുടങ്ങി 10-14 വർഷങ്ങളായി. സുവിശേഷ നിമിത്തം കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. സഭകൾ പലത് താൻ സ്ഥാപിച്ചു. വിവിധ ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ഓടി. താന് തന്റെ അനുഭവങ്ങൾ റോമാലേഖനം 8-ാം അധ്യായത്തിലും കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം 2 കൊരിന്ത്യർ 12-ലും ഒക്കെ പറയുമ്പോ താൻ അനുഭവിച്ച കഷ്ടതകളുടെ വലിയ നീണ്ട ലിസ്റ്റ് താൻ പറയുന്നുണ്ട്. ഇങ്ങനെയെല്ലാം കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച, ത്യാഗം സഹിച്ച ഒരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, തന്റെ ടവൽ, തന്റെ വിയർപ്പിന്റെ മണമുള്ള ടവൽ കൊണ്ടിട്ട് ആ രോഗി സൗഖ്യമാകും. മുടന്തനെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ച, അസാധാരണ അത്ഭുതങ്ങളെ ചെയ്ത് പുറത്താക്കാൻ അഭിഷേകമുള്ള ഒരു ദൈവ മനുഷ്യൻ തന്റെ ആത്മിക ജീവിതത്തിൽ താൻ നേടിയ സകല സംഗതികളെയും യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു പറയാണ്, ഞാൻ ഇപ്പോഴും സകലവും ചവറന്നെന്ന്. എനിക്ക് ആ ഭാഗം വിശദീകരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഇപ്പോഴും എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയായിട്ട് യേശുവിനെ അനുഗമിച്ചിട്ട് ഞാൻ നേടിയ മുഴുവൻ നേട്ടവും എന്ന് വെച്ചാൽ എന്റെ ശുശ്രൂഷയുടെ സകല നേട്ടവും യേശുവിന്റെ മുമ്പിൽ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. ആമേൻ. കർത്താവ് എന്റെ ദാസൻ പൗലോസ് പറയുകയാണ്, എനിക്ക് പ്രശംസിക്കാൻ ഒത്തിരി കാര്യമുണ്ട്, ഇന്നലകളിലുണ്ട്, ഇന്നുമുണ്ട്, ഇന്നും പ്രശംസിക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസി എന്ന നിലകളിൽ നാം നമ്മുടെ നേട്ടങ്ങളെ എണ്ണി പറയുമ്പോ ആ നേട്ടങ്ങൾ മുഴുവനും ആ കുരിശിന്റെ ചുവട്ടിലൊന്ന് കൊണ്ടുവച്ചു മേപ്പോട്ടൊന്ന് നോക്കിയാ നമ്മുടെ നേട്ടം ഒന്നും ഒരു നേട്ടമല്ല. സ്തോത്രം. പൗലോസ് പറയുമ്പോ കൊരിന്ത്യ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും താൻ വളരെ ഊറ്റത്തോടെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. സ്തോത്രം. അദ്ദേഹം പറയുന്നത്, ഞാൻ മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, മനുഷ്യരുടെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിന്റെ ഇഷ്ടത്താൽ അപ്പോസ്തലനായവനാണ് ഞാൻ. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു, അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ. ദൈവത്തിന്റെ സ്തോത്രം. എന്നിട്ട് അദ്ദേഹം പറയാണ്, തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് പറയുമ്പോൾ ഞാൻ പറയാം അപ്പോസ്തലന്മാർ, അദ്ദേഹം പറയാണ്, അപ്പോസ്തലന്മാരുടെ അവകാശമൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല, ഞാൻ എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചിട്ടാണ്
കർത്താവിന്റെ വേലയെ നോക്കിയ അഭിമാനത്തോടെ താൻ പറയുകയാണ്, നിങ്ങളുടെ ഒന്നും എനിക്കൊന്നും ഒരു ചുക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങളെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നും അല്ല കർത്താവിന്റെ വേല ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കൂറ്റം കൊണ്ട പുള്ളി കുരിശിന്റെ ചുട്ടി വന്നപ്പോ പറയും, അയ്യോ വേണ്ട കിടക്കുന്നില്ല, ഇതെല്ലാം ചവറ. ദൈവമക്കളെ, ഞാന് ഒരിക്കൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്ന അവസരത്തില് ഈ ഭാഗം എന്റെ ശ്രദ്ധയിലേക്ക് വന്നു. ഞാൻ അന്ന് ഈ വചനം പറഞ്ഞത് കരഞ്ഞുകൊണ്ടാണ്. ഞാൻ ആ വചനം അന്ന് കേട്ട ആളുകൾ മുഴുവൻ ഒരു ഡിസംബർ മാസം 29 തോട്ടയ്ക്കാട്ടുള്ള ഒരു ദൈവസഭയിൽ ഞാൻ പ്രസംഗിക്കുമ്പോ ഞാൻ കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എടുത്തു പറയാൻ ഒത്തിരി ആത്മീയ നേട്ടങ്ങളുടെ പട്ടികയിൽ നിരത്തി വെച്ച് ഞാൻ എന്തോ വലിയ പുള്ളിയാണെന്ന് ഊറ്റം കൊണ്ട് ഞാൻ പൗലോസിന്റെ ഇപ്പോഴും എന്ന ഒരൊറ്റ പദം എന്നെ പിടിച്ചുലച്ചു കളഞ്ഞു. ദൈവമക്കളെ, കർത്താവ് ക്രൂശിൽ ചെയ്തതിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും ഒന്നുമില്ല. തന്റെ അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന കർത്താവിന്റെ ത്യാഗത്തിന്റെ മുമ്പിൽ ഒരു രോഗി സൗഖ്യമായതോ, ഒരു പാസ്റ്റർ ആകാൻ അവസരം ലഭിച്ചതോ, ഒരു സഭയുടെ ശുശ്രൂഷകനായതോ, 10 ആത്മാക്കളെ നേടിയതോ ഒന്നും നമുക്ക് ഊറ്റം കൊള്ളാനുള്ള കാര്യങ്ങളല്ല. അവന്റെ ക്രൂശിന് മുമ്പിൽ നമ്മളുടെ മുമ്പിൽ നേട്ടങ്ങളെല്ലാം വെറും ചവറാണ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറയുകയാണ്, ഓൺ എ ഡെയിലി ബേസിസ് ഐ കൗണ്ട് ഓൾ മൈ ഗെയിൻ ആസ് എ ലോസ്. ഹല്ലേലൂയ. എന്റെ എല്ലാ നേട്ടങ്ങളും യേശുവിന്റെ ക്രൂശിന് മുമ്പിൽ എല്ലാം ചവറാണ്. ഞാൻ നേടിയതൊന്നുമില്ല, എല്ലാം കൃപയാണ് എന്നല്ലാതെ മറ്റൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എല്ലാ ദിവസവും ഇന്ന് നമ്മൾ പ്രസംഗിച്ച പ്രസംഗം ഒന്ന് ഇഫക്റ്റ് ആയെങ്കിൽ അതെന്റെ നേട്ടമല്ല, ദൈവത്തിന്റെ കൃപയാണ്. അപ്പൊ അതെല്ലാം ചവറാപ്പാ എന്ന് പറയാനുള്ളൊരു വലിയ മനസ്സ് ഇന്ന് രാത്രിയിൽ നമ്മുടെ അകത്തുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് ഒരു പുതിയ മൂല്യ വ്യവസ്ഥിതിയിലേക്ക് കയറുകയാണ്. സ്തോത്രം. അന്ന് വരെ ചെയ്തത് എത്ര അത്ഭുതകരമായതാ. യൂത്തിക്കോസിനെയോ ഉയർപ്പിച്ചതും. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങള് ഉടൻ തന്നെ സൗഖ്യമാക്കിയത്, കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരം, ഫിലിപ്പിയിലെ ഭൂതം പിടിച്ച പെങ്കൊച്ചിനെ സൗഖ്യമാക്കിയത്. ഇതെല്ലാം നേട്ടങ്ങളാണ്, ശുശ്രൂഷയുടെ നേട്ടങ്ങളാണ്. താൻ എഴുതിയ ലേഖനങ്ങള്, ദൈവത്തിന്റെ സ്തോത്രം. താൻ സ്ഥാപിച്ച സഭകള്, താൻ നേടിയ ആത്മാക്കള്, ഇതെല്ലാം എടുത്തു പറയാൻ വലിയ കാര്യങ്ങളായിരിക്കുമ്പോ തന്നെ കുരിശിന്റെ ചോട്ടിലോട്ട് വന്ന് നഗ്നനായി, രക്തധാരിയായി, മുറിവേറ്റവനായി, മുൾക്കിരീടധാരിയായി, കൈകാലുകളിൽ ആണിയടിക്കപ്പെട്ടവരായി, ക്രൂശിൽ നമുക്ക് വേണ്ടി പിടയുന്ന യേശുവിന്റെ രൂപത്തിന് മുമ്പിൽ ഞാനും നിങ്ങളും നേടിയ നേട്ടങ്ങളൊന്നും നേട്ടങ്ങളല്ല, അതെല്ലാം വെറും ചവറാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ വിനയത്തോടെ ദൈവസന്നിധിയിൽ നന്ദി പറയാൻ മനസ്സ് കാണിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. അടുത്ത് താൻ പറയുന്നത് എന്താണെന്നറിയാമോ? തന്റെ ആഗ്രഹം പറയുകയാണ്. എന്താണ് എന്റെ ആഗ്രഹം? ഞാൻ പിടിച്ചില്ല. അവൻ എന്നെ പിടിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. അവനെ പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ലഭിച്ചു കഴിഞ്ഞു. നോക്കി, കുരിശിന്റെ വീട്ടിലോട്ട് വന്ന് വാല്യൂ സിസ്റ്റം എല്ലാം മാറിയപ്പോ ഇദ്ദേഹം നേരത്തെ എല്ലാം പറഞ്ഞു എന്തായിരുന്നു? ഞാൻ വലിയ പുള്ളിയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ കുരിശിന്റെ ചോട്ടി വന്നു കഴിഞ്ഞപ്പോ ഇദ്ദേഹം പറയാണ്, എനിക്കൊന്നും കിട്ടിയില്ല, കിട്ടാമോ എന്ന് വെച്ച് ഞാൻ പോവുക. ദൈവത്തിന് സ്വന്തം. നീണ്ട 14 വർഷത്തെ അതിശക്തമായ മിഷണറി ജീവിതത്തിന്റെ അവസാനത്തിൽ ഒരു മനുഷ്യൻ പറയാണ്, എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, ഞാൻ കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് അവന്റെ കൈ എന്നെ പിടിച്ചത് കൊണ്ട് ഞാൻ ഓടുകയാണ്. ഞാൻ അവനെ പിടിച്ചതല്ല, അവൻ എന്നെ പിടിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്നെ പിടിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഓടുകയാണ്. എന്താ ചെയ്യുന്നത്? പിൻപിലുള്ളതെല്ലാം മറക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ ഇന്നലകളെ ഞാൻ മറക്കുന്നു. എവറി ഡേ ഈസ് കൗണ്ടഡ് ആസ് എ ഫ്രഷ് ഡേ. ദൈവത്തിന് സ്തോത്രം. ഒരു ശൂന്യതാബോധത്തിൽ നിന്നുകൊണ്ട് തന്റെ ആത്മീയ ജീവിതം തുടങ്ങിയ, ഇന്നലെ വരെ നേടിയ നേട്ടമെല്ലാം കുരിശിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ അതെല്ലാം പോയി, ശൂന്യമാ, ഒന്നുമില്ല, ഒരു വിലയില്ല. എന്നിട്ട് താൻ പറയുകയാണ്, താൻ ഇതെല്ലാം ദൈവസന്നിധിയിൽ ചവറ് എന്ന് എണ്ണുകയാണ്. അടുത്ത കാര്യം,
ഓക്കെ, എന്റെ ബാറ്ററി ലോ ആണ്, കുഴപ്പമില്ല. അടുത്ത് പറയുന്നത് നോക്കിയാൽ ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. എന്നിട്ട് പറയാം, നിങ്ങൾ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ ചിന്തിക്കണം. സ്തോത്രം. അപ്പൊ തികഞ്ഞവന്റെ ചിന്തയാണ് ഞാൻ ഇതുവരെ ഒന്നും ആയില്ല എന്ന ചിന്ത. സ്തോത്രം. അതേ ചിന്തയെ കുറിച്ചാണ് ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അത് ഒരു അവസ്ഥയല്ല, ഈ ദാരിദ്ര്യം അവസ്ഥയല്ല, ഒരു മനോഭാവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. ടോക്കോസ് എന്ന ഗ്രീക്ക് പദമാണ് അതിലുപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഒരു ഭിക്ഷക്കാരൻ എന്നുള്ള അനുഭവമാണ്. ആമേൻ, ദൈവം മുമ്പാകെ ഒന്നുമില്ല. ഒരു ഭിക്ഷക്കാരന്, 2 ഭിക്ഷക്കാരുടെ കാര്യം ഞാൻ പറയാം. ഞാൻ കല്യാണം കഴിഞ്ഞ് കുന്നംകുളത്ത് ചെന്നപ്പോ റോഡില്, അവിടുത്തെ ബസ് സ്റ്റാൻഡില് കറുത്തുടുത്ത, ദേഹം മുഴുവനും കറുത്തിരിക്കുന്ന ഒരു മനുഷ്യനെ ഉണ്ട്. അദ്ദേഹം കറുത്തതല്ല, കരിയോയിൽ വാരി പരട്ടിയിട്ട് രാവിലെ ഇറങ്ങുന്നതാണ്. രാത്രി 11 മണി വരെ, 10 മണി വരെ അദ്ദേഹം ഭിക്ഷയാചിക്കും. അദ്ദേഹം നമ്മളെ നല്ല ഡ്രസ് ഇട്ട് പോയാൽ ദേഹത്തോട്ട് ഈ കരിയുള്ള കൈകുത്തി നിരങ്ങുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. നമ്മുടെ ദേഹത്ത് ഒന്ന് തോണ്ടിയിട്ട് സാറേ 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 എന്ന് അദ്ദേഹം ചോദിക്കും. ആരും കൊടുത്തു പോകും. അതേസമയം ട്രെയിനിൽ ഒരു മനുഷ്യന്റെ അടുക്കൽ ഒരാള് ഭിക്ഷ ചോദിക്കാൻ, അയാൾ പറഞ്ഞത് ഇല്ലെന്ന് പറഞ്ഞു. ഉടനെ ഈ ഭിക്ഷക്കാരൻ അങ്ങേരെ നോക്കിയിട്ട് പറയും, ഇയാളെ കണ്ട കഞ്ഞി കുടിക്കാൻ തോന്നുന്നു. സ്തോത്രം. 2 തരം ഭിക്ഷക്കാരുടെ മനോഭാവമാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഒരുത്തൻ ആമേൻ, കുറെ നാള് കഴിഞ്ഞ് ഞാൻ കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ രാത്രി 12 മണിക്ക് ഇറങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ വളരെ വേഗത്തിൽ നടന്നു പോകുന്നു. ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, ഇയാളെ എങ്ങാണ്ട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവൾ പറഞ്ഞത്, ഇരുന്ന് നിരങ്ങി ഭിക്ഷ ചോദിക്കുന്ന മനുഷ്യനാ പോന്നേന്ന് പറഞ്ഞു. കണ്ടോ മനോഭാവത്തിലെ വ്യത്യാസം? കണ്ടോ? ഈ ഭിക്ഷ ചോദിച്ചിട്ട് കൊടുക്കാത്തവനോട് ഇയാളെ കണ്ട കഞ്ഞി കുടിക്കാൻ തോന്നുകയെന്ന് പറഞ്ഞവന് വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുവോ? സ്തോത്രം. ആമേൻ. അവന് ഭിക്ഷക്കാരനായിരിക്കാൻ യോഗ്യനല്ല. സ്തോത്രം. എന്നാൽ ശരിക്കുമുള്ള ഭിക്ഷക്കാരൻ എത്ര ഉണ്ടെങ്കിലും, ഒരു ഭിക്ഷക്കാരൻ ബോംബെയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഭിക്ഷ യാചിച്ചിരുന്ന ഒരു മനുഷ്യൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലെ നാണയങ്ങൾ എണ്ണി തീർക്കാൻ ബോംബെ പോലീസിലെ 5 പേര് 5 ദിവസം ഇരുന്ന് എണ്ണേണ്ടി വന്നു. ഏതാണ്ട് 12 ലക്ഷം രൂപ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അയാളുടെ വീട്ടിൽ. ദൈവത്തിന് സ്തോത്രം. അത്രയും നേടിയിട്ടും സ്തോത്രം, മാസം 10,000 രൂപ വാങ്ങിക്കുന്നതിന്റെ അടുത്ത് സാറേ എന്ന് വിളിച്ചിട്ട് ആമേൻ ഭയഭക്തിയോടെ നിന്ന് ആമേൻ 50 പൈസ വാങ്ങുന്ന, 1 രൂപ വാങ്ങുന്ന ഒരു മനുഷ്യന്റെ മനോഭാവം ഉണ്ടല്ലോ, അതേപോലെ വേണം ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കാൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എനിക്ക് ഒന്നുമില്ലേ, നീ എന്നെ സഹായിക്കണേ എന്ന ആത്മാവിൽ ദരിദ്രരായവന്റെ മനോഭാവം. ഞാൻ അവിടെ നിൽക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളില് സ്തോത്രം ഭാവിയെ കുറിച്ച് പൗലോസ് സംസാരിക്കുകയാണ്. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറയുകയാണ്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. എന്നിട്ട് അവരെ കുറിച്ച്, അവരുടെ അവസാനം നാശം. സ്തോത്രം. അവരുടെ ദൈവം വയർ. ഈ അവരുടെ ദൈവം വയർ എന്നുള്ളതിന് പകരം ഗ്രീക്കിൽ നിന്ന് ശരിക്കും പരിഭാഷപ്പെടുത്തിയത് ഗോഡ് ഈസ് ദെയർ ആപ്പറ്റൈറ്റ് എന്നാണ്. അവരുടെ ദൈവം വിശപ്പ്. ഷിബിന്റെ ഒക്കെ ക്ലാസ്സിൽ പഠിച്ച ഒരു സഹോദരനുണ്ട്. അദ്ദേഹം ഒരു തമിഴ് സഹോദരൻ. അദ്ദേഹം, ഞാൻ ചാപ്ലൈൻ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ ഭൂതമിളകി മെലിഞ്ഞ അസ്ഥി പോലിരിക്കുന്ന ഒരു സഹോദരൻ. അപ്പോ ഭൂതമിളകിയപ്പോ ഞാന് ഇവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഇദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഭൂതത്തോട് ഞാൻ ചോദിച്ചു, നിന്റെ പേരെന്നാന്ന് ചോദിച്ചു. ഉടനെ ഈ ഭൂതം പറഞ്ഞു, പേര് പശിഭൂതം. സ്തോത്രം. സംഗതി ശരിയാണ്, നല്ലോണം ആഹാരം കഴിക്കും, പക്ഷെ ശരീരത്തിലൊന്നും പിടിക്കത്തില്ല. പേര് പശിഭൂതം. അതല്ല ഇവിടെ പറയുന്ന വിശപ്പ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആമേൻ. അവന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം അവന് വിടുതൽ കൊടുത്തത് വേറെ കാര്യം. ആമേൻ. ഇവിടെ പറയുന്ന സംഭവം, ആമേൻ, അദ്ദേഹം പറയുന്നത് അവരുടെ ദൈവം വിശപ്പ്. ലോകത്തിൽ സ്ഥാനത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി, പണത്തിന് വേണ്ടി ആർത്തി ആക്രാന്തമൊക്കെ കാണിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതാകണം, ഇതാകണം, അങ്ങനെ ആകണം, ഇങ്ങനെ ആകണം, ആക്കിയില്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാക്കുന്ന പുള്ളികള്. ഇതെല്ലാം വയറിനെ, വിശപ്പിനെ ദൈവമാക്കിയ ആളുകളാണ്. അവർക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ, ഞങ്ങളുടെ
എന്റെ കൊച്ചുമോളുണ്ട്, ഇളയാള്. കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ അവളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും, കർത്താവ് ഇവള് നല്ല വിശപ്പ് കൊടുക്കണം, നല്ലോണം ആഹാരം കഴിക്കാൻ ഇടയാക്കണം. അപ്പൊ ഇവള് ഫുഡ് കണ്ടാല് ഒരു സമയത്ത് ഫുഡ് കണ്ട ആരും അപ്പ കഴിച്ചിട്ട് നിന്നാണേലും ഫുഡ് കണ്ടാലും ഇവള് ഫുഡേ 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 എന്ന് പറയും. സ്തോത്രം. ഇപ്പൊ അത് മാറി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ആശയം ഇതാണ്, ആളുകൾക്ക് ഭയങ്കര വിശപ്പാ, ആർത്തിയാ. സെക്രട്ടറി ആക്കിയില്ലെങ്കിൽ പുള്ളി സഭ വിട്ടുപോകും. സ്തോത്രം. പുള്ളി പറഞ്ഞ പോലെ ചെയ്തില്ല, ഞാൻ ഇവിടുത്തെ വലിയ പ്രമാണിയാണെന്ന് പറയുന്നത് അംഗീകരിച്ചില്ലെങ്കിൽ അദ്ദേഹം ചർച്ച വിട്ടിട്ട് പോകും, അല്ലെ ബഹളം ഉണ്ടാക്കും, അല്ലെ കുഴപ്പമുണ്ടാക്കും. വയറ് ദൈവമായതിന്റെ കുഴപ്പമായത്. വിശപ്പാണ്, ഭയങ്കര വിശപ്പാ. എന്തിനുള്ള വിശപ്പ്? വിശപ്പ്, സമ്പത്തിനുള്ള വിശപ്പ്, വിശപ്പ്. സമയത്ത് ഇന്നാരും മുഖം മുറിപ്പിച്ച് ആശ്വാസത്തിന് മുമ്പേ ബൈബിൾ എടുത്ത് കഷത്തി വെച്ച് ഇറങ്ങിപ്പോയി. ഇപ്പൊ പിന്നെ ബൈബിൾ കൊണ്ടുവരത്തില്ല, ആരും മൊബൈലും കൊണ്ടാ വരുന്നത്. സ്തോത്രം. അപ്പോ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഹല്ലേലൂയ. വിശപ്പ് ദൈവമാക്കിയ ആളുകൾ, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അടുത്ത പദം വളരെ പ്രസക്തമാണ്, ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. ഇത് പൗലോസ് പറയുമ്പോ ഫിലിപ്പിയർക്ക് കാര്യം മനസ്സിലായി. ഈ ഫിലിപ്പിയ പട്ടണം റിട്ടയർ ചെയ്ത മിലിറ്ററി ഓഫീസേഴ്സ്, റോമൻ മിലിറ്ററി ഓഫീസേഴ്സ് വന്നു താമസിക്കുന്ന ഒരു കോളനിയാണ്. അപ്പൊ ഈ ഫിലിപ്പിയ പട്ടണം ഡിസൈൻ ചെയ്തിരിക്കുന്നത് റോമൻ പട്ടണം എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേപോലെയാണ്. അവിടെയുള്ള ആളുകൾ സംസാരിക്കുന്നത് ഫിലിപ്പിയരുടെ ഭാഷയല്ല, റോമൻ ഭാഷയാണ് സംസാരിക്കുന്നത്. അവരുടെ വസ്ത്രധാരണം റോമാക്കാരുടെ വസ്ത്രധാരണം പോലെയാണ്. അവരുടെ കൾച്ചർ റോമാക്കാരുടെ കൾച്ചറാണ്. അവരുടെ ബിൽഡിങ്ങുകൾ റോമൻ ബിൽഡിങ്സ് പോലെയാണ്. അവരുടെ തെരുവുകളെല്ലാം റോമിലെ തെരുവുകളെ പോലെ തോന്നിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഫിലിപ്പിയ പട്ടണത്തെ റോമാക്കാർ വിളിച്ചിരുന്നത് റോം എവേ ഫ്രം റോം എന്നാണ്. അപ്പൊ ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് പറയുമ്പോ ഈ ആളുകളോട്, ഫിലിപ്പിയിൽ താമസിക്കുന്ന ആളുകളോട് ആർ യു എ ഫിലിപ്പിയൻ എന്ന് ചോദിച്ചാൽ അവർ പറയും നോ, വി ആർ എ റോമൻ. ദൈവത്തിന് സ്തോത്രം. നീ ഒരു ഫിലിപ്പിക്കാരനാണോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ റോമക്കാരനാണ്, താമസിക്കുന്നത് ഫിലിപ്പിയിലാണെന്നേ ഉള്ളൂ. സ്തോത്രം. ഞങ്ങൾ റോമാക്കാരാണ്, പക്ഷെ ഫിലിപ്പിയിൽ പരദേശികളായി പാർക്കുകയാണ്. സ്തോത്രം. ഞങ്ങളുടെ പൗരത്വം റോമിലാണ്, താമസം ഫിലിപ്പിയിലാണ്. ഈ ഒരു ചിന്ത ഓർപ്പിച്ചുകൊണ്ടാണ്, ഈ യാഥാർത്ഥ്യം ഓർപ്പിച്ചുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മൾ ഭൂമിയിലെ പൗരന്മാരല്ല, സ്വർഗത്തിലെ പൗരന്മാരാണെന്ന് ആണ്, പക്ഷെ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മള് ഇപ്പൊ ഇനി ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് അമേരിക്ക പോയ ആളുകള് അമേരിക്കൻ പൗരത്വം എടുത്താൽ പോലും നമ്മൾ പറയും എവിടെ പോവാന്ന് ചോദിച്ചാൽ നാട്ടിൽ പോവാന്നേ പറയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എവിടുത്തെ സിറ്റിസൺ ആണ്? പാസ്പോർട്ട് ഏതാണ്? അമേരിക്കൻ പാസ്പോർട്ടാണ് കയ്യിലിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സ്വന്തം നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക്, നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് വരുമ്പോ പറയും ഞങ്ങൾ അടുത്ത ആഴ്ച നാട്ടിൽ പോവുകയാണ്, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ യാത്രയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇപ്പൊ മാത്യു പാസ്റ്ററും കുടുംബം ഇപ്പൊ കേരളത്തിലാണ് ഉള്ളത്. ഇവിടുന്ന് തിരിച്ച് അമേരിക്കയിലോട്ട് പോകുമ്പോ ഒരിക്കലും ആറന്മുള സഭയിൽ ചെന്നിട്ട് പറയത്തില്ല ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. അവര് പറയും ഞങ്ങൾ അമേരിക്കയിലേക്ക് പോവാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നേ പറയുള്ളൂ. സ്തോത്രം. നമുക്ക് നാടിതാ. സ്തോത്രം. പൗരത്വമൊക്കെ അവിടെ നിൽക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഒക്കെ നമ്മളിവിടുത്തെ പാസ്പോർട്ടും കളഞ്ഞു, എല്ലാം കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവിടെ പോയി സെറ്റിലായി, അവിടെ വീട് വാങ്ങിച്ചു, സഭയുണ്ട്, എല്ലാം ശരിയാ. പക്ഷെ എന്നാലും നമ്മുടെ നാടെന്ന് പറയുമ്പോൾ നമ്മൾ കേരള പറയുന്നു. സ്തോത്രം. ഇതുപോലെ പൗലോസ് ഫിലിപ്പിയിലുള്ള ദൈവമക്കളോട് പറയും നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ജീവിക്കുന്നെങ്കിലും ഇവിടുത്തുകാരല്ല, നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണ്. നമുക്കൊരു വിശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയുണ്ട്.
അവിടെ നിന്ന് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അവിടെ നിന്ന് നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു, സ്തോത്രം, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ കാത്തിരിപ്പതാണ്. യേശു മടങ്ങി വരും. ഹല്ലേലൂയ. ഈ താഴ്ചയുള്ള ശരീരത്തിൽ നിന്ന് മഹത്വമുള്ള ശരീരത്തെ പ്രാപിക്കാൻ, സ്തോത്രം, ദ്രവത്വമുള്ളതിനെ അദ്രവത്വമുള്ളതാക്കാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, രോഗാതുരമായത്, ആമേൻ, രോഗമില്ലാത്തതിനെ പ്രാപിക്കാൻ, ആമേൻ, അവൻ വരും എന്ന് നാം കാത്തിരിക്കും. നമ്മുടെ പ്രതീക്ഷ മുഴുവനും, ആമേൻ, ഇവിടെ എന്തെങ്കിലുമൊക്കെ നേടി വലിയവരാകുന്നതല്ല. നമ്മുടെ പൗരത്വമുള്ള ഇടത്തു നിന്ന്, ആമേൻ, സ്വർഗീയ പൗരന്മാരായ നമ്മെ രക്ഷിക്കാൻ രക്ഷിതാവായി ക്രിസ്തു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എത്രയും താമസം വിനാ വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. അവൻ വന്നു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത് പറയുന്നത്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇന്ന് രാത്രി, ആമേൻ, നമ്മുടെ എല്ലാം പ്രതീക്ഷ അതാണ്, നമ്മുടെ കാത്തിരിപ്പ് അതാണ്. നമ്മൾ ദൈവസന്നിധിയിൽ നോക്കി പാർക്കുന്ന അതിനെയാണ്. ആമേൻ, നമ്മുടെ പൗരത്വമുള്ള ഇടത്ത് നിന്ന് നമ്മുടെ രക്ഷിതാവായ കർത്താവ് വരും. ആമേൻ, നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള അവന്റെ ശരീരത്തെ പ്രാപിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ പ്രത്യാശ അകത്ത് കത്തി നിൽക്കാൻ ദൈവമിടയാകട്ടെ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം, മൺമയമായത് വിൺമയമായതിനെ പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ആ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയട്ടെ. ലോകത്തിന്റെ സംഭവങ്ങൾ മുഴുവനും യേശു കർത്താവിന്റെ മടങ്ങി വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരായി, ആമേൻ, മൂല്യങ്ങളിൽ വ്യത്യാസം വന്നവരായി, കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, ആമേൻ, വിശുദ്ധിയെ തികച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. കർത്താവ് വചനങ്ങളാൽ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരമൊരുക്കിയ ദൈവദാസന്റെ ദൈവസഭയ്ക്ക് നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു പാസ്റ്റർ. നമ്മെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ചിന്തകൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കേട്ട വചനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാതിന് കാരണമായി തീരട്ടെ. അതിനായിട്ട് ദൈവം പിന്നെയും നമ്മെ സഹായിക്കട്ടെ. വചനം കേൾക്കുക മാത്രമല്ല, അത് ഏറ്റെടുത്ത് പ്രായോഗികമായി ജീവിതത്തിന്മേൽ അത് പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ എല്ലാം ഒരുക്കട്ടെ എന്ന് ഞാനും ദൈവസന്നിധി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാലം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണല്ലോ. ഏതെങ്കിലും വിഷയം അടിയന്തരമായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിച്ചാൽ ആ വിഷയങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അവസാനമായി പാസ്റ്റർ ഷിബിൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയം അറിയിപ്പാനുണ്ടെങ്കിൽ പറഞ്ഞാല്. ഇല്ല എന്ന് കരുതുന്നു. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ ഷിബിൻ. കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി, നല്ല പകലിനായി സ്തോത്രം. നാഥ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ, അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് വചനം പഠിപ്പാൻ തന്ന നല്ല സമയത്തിനും അവസരത്തിനുമായി സ്തോത്രം. ഞങ്ങൾ പലയിടങ്ങളിലായിരുന്നു എങ്കിലും കർത്താവെ ഒരുമിച്ച് ഒരേ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചായിരിക്കാൻ തന്ന നല്ല സമയങ്ങളെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രിയ തോമസ് മാത്യു സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ദാസൻ ഇന്ന് രാത്രികാലം ശക്തമായിട്ട് ഞങ്ങളുടെ നടുവിൽ ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആലോചന ഞങ്ങളെ കേൾപ്പിച്ചല്ലോ, ഞങ്ങളുടെ വചനം ഞങ്ങൾക്ക് നൽകി തന്നല്ലോ. കർത്താവെ, ഞങ്ങൾക്കുള്ളതെല്ലാം ഇപ്പോഴും ഞങ്ങൾ ഛേദമെന്നെണ്ണുന്നു, ചവറെന്നെണ്ണുന്നു എന്ന് കേൾക്കുവാനിടയായി. നാഥ, ഞങ്ങള് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത നിന്റെ 1000-1 1,00,000 പോലും ആകുന്നില്ല എന്നുള്ള സത്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. അപ്പാ, ഞങ്ങൾക്കൊന്നും പ്രശംസിപ്പാനില്ലപ്പാ. ഹല്ലേലൂയ. ഇന്ന് പകലിലും കർത്താവ് ഈ സമയത്തും ഞങ്ങളെ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി അമേൻ ഹല്ലേലൂയ ഏൽപ്പിക്കുകയാണപ്പാ. അമേൻ. സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തന്ന സ്നേഹത്തിനും അങ്ങ് ഞങ്ങൾക്ക് ക്രൂശിൽ കാണിച്ച യാഗത്തിനും സ്നേഹത്തിനും തക്കവണ്ണം കർത്താവെ ആമേൻ ഹല്ലേലൂയ പിന്നെയും കർത്താവിന് വേണ്ടി ഓരോ ദിവസവും ഓരോ മണിക്കൂറും പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അപ്പാ ഹല്ലേലൂയ. സ്തോത്രം. അവസാനമായി ഞങ്ങൾ കേട്ടു ആമേൻ സ്തോത്രം, ഈ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് ആമേൻ ഏകീഭവിപ്പിക്കുമെന്ന്. ഞങ്ങൾ പ്രായമുള്ളവരുണ്ട് കർത്താവെ, രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പല രോഗങ്ങളിൽ ശരീരത്തിന്റെ ബലഹീനത നിമിത്തം ഭാരപ്പെടുന്നവരുണ്ട്.
കർത്താവ്, ഈ ശരീരത്തിൽ, ഈ മണ്ണ് കൊണ്ടുള്ള ശരീരത്തിനകത്ത് പല അസുഖങ്ങളുണ്ട്, വേദനകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഞങ്ങൾ ഒന്നറിയുന്നു, അവൻ ഈ ലോകത്തിലെ ശരീരത്തിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും വിൺമയമാകുന്ന ഒരു ശരീരം, മഹത്വത്തിന്റെ ഒരു ശരീരം ഞങ്ങൾ പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു പുത്തൻ ശരീരം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതോടൊപ്പം കർത്താവെ, ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ള ബോധ്യത്തിൽ ജീവിപ്പാൻ, ഞങ്ങൾ അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഞങ്ങൾ ഇവിടുത്തുകാരല്ലെന്നും ഞങ്ങൾ കർത്താവെ സ്വർഗരാജ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്നുമുള്ള ഉത്തമ ബോധ്യത്തിനകത്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സ്നേഹിക്കുന്നതിനും ഞങ്ങളെ സ്നേഹിച്ചതിനും കാൽവറി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഒന്നും ഞങ്ങൾക്ക് പുകഴാനില്ല, ഒന്നും ഞങ്ങൾക്ക് പ്രശംസിപ്പാനില്ല. കർത്താവെ, എല്ലാം അങ്ങയുടെ കൃപയായ ഒന്ന് മാത്രമാണെന്ന് ഇന്ന് ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് ഏറ്റു പറയുന്നു. അപ്പാ, ഹല്ലേലൂയ. സഭയിലെ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേക നാട്ടിലായിരിക്കുന്ന കർത്തൃദാസനെ അവരെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണം. ആരോഗ്യത്തെയും പരിപാലിച്ചു കൊള്ളണമേ. അവൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവ് വേഗത്തിൽ നടപടിക്രമങ്ങൾ നടക്കുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാത്രകളിലായിരിക്കുന്നവരുണ്ട്, കർത്താവെ രോഗികളായിരിക്കുന്നവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടിലുള്ള പ്രിയമുള്ളവർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ദൈവം എല്ലാവരുടെയും വിഷയങ്ങളിലകത്ത് ദൈവത്തിന്റെ കരം ചലിക്കപ്പെടുന്നത് കാണുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങൾ ജീവിച്ചാലും ഞങ്ങൾ മരിച്ചാലും കർത്താവിന് പ്രയോജനമുള്ളവരായി, കർത്താവിന്റെ രാജ്യത്തിന് മഹത്വമുള്ളവരായിരിക്കാൻ എപ്പോഴും സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങൾ പിരിയട്ടെ. പിരിയാത്ത സാന്നിധ്യത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും മറയ്ക്കണം. ക്രിസ്തയേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനാൽ നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാപുത്രപരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമ്മോട് ഓരോരുത്തരോട് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോട് കൂടെയും ഇപ്പോഴെപ്പോഴും കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.